നമുക്കൊന്ന് വെളിയന്നൂർ ദേശത്തേക്ക് പോകാം. ലെവിൻ കെ വിജയനൊപ്പം അവിടെ മേയറും മന്ത്രിയും എല്ലാം കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടെ ലെവിനൊപ്പം ഉണ്ട്. ലെവിൻ, അപ്പോൾ ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. ആദ്യഘട്ടത്തിൽ വെളിയന്നൂരാണല്ലോ, ഫ്ലാഗ് ഓഫ് അവിടെയാണല്ലോ അല്ലേ? തീർച്ചയായും പിന്നിൽ ഇങ്ങനെ പുലികളിയുടെ ആവേശം കൊട്ടിക്കയറുമ്പോൾ അതിന് ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനമുണ്ട്. വെളിയന്നൂർ ദേശത്തിന്റെ പുലികളി സംഘാംഗങ്ങൾ പുലിപടയിൽ നിന്നും പുറത്തിറങ്ങി വടക്കുന്നാഥന് മുന്നിൽ സ്വരാജ് റൗണ്ടിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് നടത്തിക്കൊണ്ട് ജില്ലയിലെ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് നിർവഹിക്കാൻ പോവുകയാണ്. ആ ഒരു നിമിഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. ആവേശം കൊട്ടിക്കയറുന്നുണ്ടെങ്കിലും അതിന്റെ ഔദ്യോഗികമായ ഒരു തുടക്കം കുറിക്കലാണ് ഈ ഫ്ലാഗ് ഓഫ് കർമ്മം. അത് മന്ത്രി രാജനും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസും ജില്ലയിലെ ജനപ്രതിനിധികളും കോർപ്പറേഷൻ അംഗങ്ങളും അടക്കമുള്ള വിവിധ ആളുകൾ ചേർന്ന് നിർവഹിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു ഉദ്ഘാടനം, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ഏതായാലും ജില്ലാ പോലീസ് മേധാവിയുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, മന്ത്രിമാരുണ്ട്, തൃശൂർ കോർപ്പറേഷൻ മേയറുണ്ട്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച്, സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ച് പുലിവടകളിൽ നിന്ന് ഓരോ പുലിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് തുടക്കമാവുകയാണ്. ഏതായാലും സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും തന്നെ അത്യാവശ്യത്തിലാണ്. ഓരോ മുക്കിലും മൂലയിലും പുലികൾ ഓരോന്നും ചുവട് വെച്ച് മുന്നേറുന്ന മനോഹരമായ കാഴ്ചയ്ക്കൊപ്പം തന്നെ ഇതിന്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഏതായാലും വെളിയന്നൂർ ദേശത്തിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. മറ്റ് ദേശങ്ങൾക്കൊപ്പം അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് ചേരാനാകും. ഈ മനോഹരമായ കാഴ്ചകൾക്ക്, ഈ കാഴ്ചാവസ്തുത്തിന് തുടക്കം ഔദ്യോഗികമായി കുറിക്കുകയാണ്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ്. ഓണം കഴിഞ്ഞു. 4ാം ഓണനാളിൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ചുകൊണ്ട് പുലികളിയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത്. ആ ചടങ്ങുകളുടെ ഔദ്യോഗികമായിട്ടുള്ള, പുലികളിയുടെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കുന്ന സമയമാണിത്. ഏതായാലും സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചു, എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു, വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. ആ തയ്യാറെടുപ്പുകളൊക്കെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ആ സമയം, മനോഹരമായ സമയത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. ഒരു വശത്ത് പുലികൾ ചുവട് വെച്ച് താളം വെച്ച് മനോഹരമായി നഗരം കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്തതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങുന്നു. ഏതായാലും കാണാം ഈ കാഴ്ചാവസന്തത്തെ. ദിക്കിൻ്റെ മൂലയിൽ നിന്നും, തൃശ്ശൂരിൻ്റെ ഓരോ ദിക്കിൽ നിന്നും ഈ കാഴ്ചകൾ, പുലികളുടെ ആവേശ ചുവടുവെപ്പുകൾ, അരമണി കിലുക്കിയുള്ള താളച്ചുവടുവെപ്പുകൾ, അത് കാണാനും കാട്ടിത്തരാനും ന്യൂസ് മലയാളം സജ്ജമാണ്. ഓരോ പുലികളുമായി, ഓരോ ദേശത്തിനൊപ്പം നമ്മൾ ഓരോരുത്തരുമുണ്ട്. പ്രേക്ഷകരെ ഇവിടെ തുടരുക. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം ഏറ്റവും മനോഹരമായ പുലിക്കളിച്ചുവടുകളുമായി വെളിയന്നൂർ ദേശം മുന്നേറും. അങ്ങനെ ആദ്യ സംഘം എന്നുള്ള നിലയിൽ വെളിയന്നൂർ ദേശം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു, വടക്കുന്നാഥൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും മറ്റും പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. ഏതായാലും ജില്ലാ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുകയാണ്. മന്ത്രി കെ രാജൻ ഈ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. കോർപ്പറേഷൻ ജനപ്രതിനിധികൾ, MK മേയർ, അങ്ങനെ ഓരോരുത്തരും ഈ ഫ്ലാഗ് ഓഫ് കർമ്മത്തിൻ്റെ ഭാഗമാവുകയാണ്, തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഫ്ലാഗ് ഓഫ് കർമ്മത്തിലേക്ക് നമുക്ക് പോകാം. ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം അത് മേയർ MK വർഗീസ് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ, ഫ്ലാഗ് ഓഫ് കർമ്മം ഇപ്പോൾ നടക്കുകയാണ്. വെളിയന്നൂർ ദേശമാണ് ആദ്യം മുൻപിലുള്ളത്. പുലിക്കളിയുടെ ഏറ്റവും മുൻപിലുള്ളത് വെളിയന്നൂർ ദേശമാണ്. വെളിയന്നൂർ ദേശത്തിലാണ് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കാൻ പോകുന്നത്. ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് വേണ്ടി ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ, തൃശൂർ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനോടകം തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉണ്ടാകും. അതോടെ പുലിക്കളിക്ക് ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. മടവിട്ടിറങ്ങി ഇപ്പോൾ ചെറു ചുവടുകൾ വെച്ചിരിക്കുന്ന പുലികൾ ഓരോന്നും അത്യന്തം ആവേശത്തോടെ അരമണി കിലുക്കിക്കൊണ്ട്, താളത്തിനൊപ്പം ചുവട് വെച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തിലേക്ക് പ്രവേശിക്കും. നഗരത്തിൽ പ്രവേശിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി ആ പുലികളി ഇങ്ങനെ ലക്ഷക്കണക്കിന് കാത്തിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ആവേശം വിതറിക്കൊണ്ട് മുന്നോട്ട് പോകും. ഓരോ ദേശങ്ങളും തയ്യാറെടുത്ത് അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദേശങ്ങളും ഒന്നിനു പുറകിൽ ഒന്നായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. നമുക്ക് വേഗത്തിൽ അയ്യന്തോൾ ദേശത്തിലേക്ക് പോയി വരാം. ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കുമ്പോൾ ലെവിനിലേക്ക് മടങ്ങിയെത്താം. സഹിൻ, ലക്ഷ്മി, ഇതാ ഫ്ലാഗ് ഓഫ് തുടങ്ങാൻ പോവുകയാണ്. റെഡിയല്ലേ അയ്യന്തോൾ? അതാ ഫ്ലാഗ് ഓഫ് നടന്നിരിക്കുകയാണ്.
2025 വർഷത്തിലെ പുലികളിക്ക് ഔദ്യോഗികമായ തുടക്കമായിരിക്കുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ പതാക വീശി പുലികളിയുടെ പതാക വീശിക്കൊണ്ട് പുലിക്കളിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അത്യാവേശകരമായ തുടക്കത്തിലേക്ക് പുലിക്കളി എന്താണ് പറയാനുള്ളത്? ഏറ്റവും മനോഹരമായ തുടക്കം. ഈ പ്രാവശ്യത്തെ പുലിക്കളി വളരെ ഭംഗിയായി തന്നെ ഗംഭീരമായി തന്നെ തുടക്കം കുറിച്ചു. ഒടുക്കം വരെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹകരിക്കണം. നമ്മൾ മലയാളികൾ ഒന്നാണ്. ഇതിന്റെ അവസാന നിമിഷം വരെ എല്ലാവർക്കും കാണുന്നതിനുള്ള അവസരം ഒരുക്കണമെന്ന് മാത്രം പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഔദ്യോഗികമായ പുലിക്കളിയുടെ തുടക്കത്തിന്റെ ഉദ്ഘാടനം മനോഹരമായി ന്യൂസ് മലയാളത്തിന്റെ മൈക്കിലൂടെ മേയറും മന്ത്രിയും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇതിലും മനോഹരമായൊരു ഔദ്യോഗികമായ തുടക്കം പുലിക്കളിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു പോവുകയാണ്.